ലൈവില് നെവിൻ ആ ഒരു ടാസ്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വെറുതെ കിടന്ന് അലമുണ്ടാക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും എന്ന് അങ്ങനെ അങ്ങ് പറയുന്നില്ല. മെയിൻ ആയിട്ട് നെവിൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ വെറുതെ അവിടെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞ് നെവിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേടിച്ചിറങ്ങി ഓടിയതല്ലേ നീ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നെവിനെ ആ ഒരു ടാസ്ക് ചെയ്യാൻ അനുവദിക്കേണ്ടതായിരുന്നു. ചുമ്മാ വെറുതെ നെവിന്റെ മണ്ടയ്ക്ക് കയറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് റെനയെ പ്രൊവോക്കാക്കാൻ നോക്കുന്നുണ്ട് നൂറ. സെർലാക്ക് അമ്മായിമാരുണ്ടല്ലോ ഇവിടെ, എല്ലാ തരത്തിലുള്ള തോന്നിയാസത്തിനും കൂട്ടുനിൽക്കുന്ന സെർലാക്ക് അമ്മായിമാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിനിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വെറുതെ റെനയെ പ്രൊവോക്കാക്കുന്നുണ്ട്. റെനയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തിരിച്ചു പറയാനില്ല. കാരണം ഇത്രയും നാള് സുഹൃത്തായിരുന്ന ഒരു വ്യക്തിയാണ് നൂറ. ഇതിനിടയ്ക്ക് ഒരു കോമഡി ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ പറയുകയാണെ, നീ നായ് ഞാൻ പട്ടി. റെനെ നായ് എന്ന് വിളിക്കുന്നു, അത് കഴിഞ്ഞ് സ്വയം പട്ടിയാണെന്ന് പറയുന്നു. അതും ഇത് ഒന്നല്ലേ, രണ്ടും ഒന്ന് തന്നെയല്ലേ. അക്ബർ ഇത് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. വെറുതെ ചിരിപ്പിക്കാനായിട്ട് ഓരോ പുതിയ അർത്ഥ തലങ്ങളുമായിട്ട് വന്നോളും. അപ്പൊ ഇതൊക്കെയായിരുന്നു. ഇപ്പോഴും സെർലാക്ക് അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് നൂറ ആ വഴി നടക്കുന്നത് ഇങ്ങനെ കണ്ടായിരുന്നു ലൈവിനകത്ത്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഈ ഒരു പ്രൊവോക്കിങ്. ഇപ്പൊ വൈൽഡ് കാർഡുകൾ കൂടി വന്ന ശേഷം ഇതൊരു ഫൈറ്റ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടറിയാം. റെനയും നൂറയും തമ്മിൽ ഒരു വമ്പൻ അടി വരാനിരിക്കുന്നു എന്നൊരു കോളാണ് കണ്ടത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും